നമസ്കാരം. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ സ്ഥിതി അതീവ അപകടകരവും ദയനീയവും ആണെന്നാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നത്. രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും പ്രദേശവാസികളായ ഒട്ടനവധി ആളുകളെയാണ് കണ്ടെത്തുവാനുള്ളത്. രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നുണ്ട്. ചൂരൽമല ടൗണിൽ ഉൾപ്പെടെ അരയാൽ പൊക്കത്തിൽ ഇപ്പോൾ ചെളി അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ. രക്ഷാപ്രവർത്തനത്തിനായി മേഖലയിലെ വൈദ്യുതി പുനഃസ്ഥാപിച്ചത് വളരെ ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. രാവിലെ 7:30 തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു. മരണപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങൾക്കുള്ള തുടർ നടപടികളും നടന്നുകൊണ്ടിരിക്കുന്നു. 11ാം വാർഡിൽ നിന്ന് പൊട്ടിയ ഉരുൾ 12ഉം 10ഉം വാർഡുകൾ തകർത്താണ് പോയത്. പുഴ ഗതിമാറി ഒഴുകി ചൂരൽമല ടൗണിലേക്ക് കയറി അവിടെ നിന്നാണ് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചതെന്നാണ് അറിയുവാൻ കഴിയുന്നത്. നിലവിലിവിടെ 200ഓളം പേരെയാണ് കാണാനില്ലെന്ന് പറയപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥ കണക്കുകൾ അതിലും കൂടുതലായിരിക്കുമെന്ന ആശങ്കയുമുണ്ട്. മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല വാർഡുകളിലായി ഏകദേശം 1200-ലധികം കുടുംബങ്ങളാണ് കഴിഞ്ഞു വന്നിരുന്നത്. ഇതുവരെ 156 മരണങ്ങളാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പഞ്ചായത്തിന്റെ രജിസ്റ്റർ പ്രകാരം 400-ലധികം വീടുകളാണ് മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മേഖലയിൽ അവശേഷിക്കുന്നത് 30ഓളം വീടുകൾ മാത്രമാണെന്നാണ് റിപ്പോർട്ട്. നിലവിൽ ചൂരൽമല, മുണ്ടക്കൈ ഭാഗത്ത് സൈന്യത്തിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇതിന്റെ ചാലിയാറിൽ നിന്നും 3 മൃതദേഹങ്ങൾ കൂടിയാണ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. 200-ലധികം പേരെ ഇനിയും കാണാനുണ്ടെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. കൂടുതൽ അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. താങ്ക് യു.